ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യുഗങ്ങളിയുടെ ക്രിസ്തു ഭാഗം 44. ദൈവിക തൃത്വത്തിനെതിരെ നിൽക്കുന്ന ചില കൾട്ടുകളെക്കുറിച്ചായിരുന്നു അവസാനത്തെ 2 ഭാഗങ്ങളിൽ നാം കേട്ടത്. തുടർന്ന് ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറഞ്ഞിട്ടുള്ള വേദവാക്യങ്ങളിലേക്ക് നമുക്ക് വരാം. ത്രിയേക ദൈവം അഥവാ തൃത്വോപദേശം എന്നത് ഒരു ദിവ്യ മർമ്മമാകുന്നു എന്ന് ആദ്യം പറയട്ടെ. അതെ, ഈ ഉപദേശം ഒരു ദിവ്യ മർമ്മമാകുന്നു. നമ്മുടെ സ്വാഭാവിക ബുദ്ധിയാൽ ദൈവമുണ്ടെന്നും ദൈവത്തിന് പല ലക്ഷണങ്ങളുണ്ടെന്നും നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും നമ്മുടെ സ്വാഭാവിക ബുദ്ധിയിൽ ദൈവത്തിൻ്റെ തത്വം അഥവാ സ്വാഭാവിക ഗുണഗണങ്ങൾ ഒന്നും തന്നെ ഇന്നതെന്ന് പൂർണ്ണമായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുകയില്ല. ദൈവം ഏകനാണെന്നുള്ളത് സംശയരഹിതമാണെങ്കിലും ആ ഏകത്വത്തെക്കുറിച്ച് പൂർണ്ണമായി ഗ്രഹിക്കുന്നത് വളരെ പ്രയാസം തന്നെയാണ്. ദൈവം എങ്ങനെയുള്ളവനാണെന്നും ദൈവത്തിൻ്റെ പ്രധാന സ്വാഭാവിക ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും നമ്മുടെ സ്വാഭാവിക ബുദ്ധിക്ക് കേവലം അഗോചരമായിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ദൃശ്യമായ പല വസ്തുക്കളുടെയും സ്വഭാവങ്ങൾ തന്നെ നമുക്ക് കണ്ടുപിടിക്കുവാൻ അല്ലെങ്കിൽ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയാതിരിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നോക്കൂ. സദൃശവാക്യം 30-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: സ്വർഗത്തിൽ കയറുകയും ഇറങ്ങി വരികയും ചെയ്തവൻ ആർ? കാറ്റിനെ തൻ്റെ മുഷ്ടിയിൽ പിടിച്ചടക്കിയവൻ ആർ? വെള്ളങ്ങളെ വസ്ത്രത്തിൽ കെട്ടിയവനാർ? ഭൂമിയുടെ അറുതികളെയൊക്കെയും നിയമിച്ചവനാർ? അവൻ്റെ പേരെന്ത്? അവൻ്റെ മകൻ്റെ പേരെന്ത്? നിനക്കറിയാമോ എന്നാണ്. നോക്കൂ, ദൈവത്തിൻ്റെ സ്വഭാവം അല്പജ്ഞരായ നമ്മുടെ ബുദ്ധിക്ക് കേവലം അഗോചരമാകയാൽ ദൈവത്തിൻ്റെ സ്വാഭാവിക ഗുണങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതിനെ നാം അറിഞ്ഞതിനെ അവയെ പരമാർത്ഥതയോടും ഭക്തിയോടും കൂടെ അംഗീകരിക്കണം എന്നുള്ളതാണ് ആദ്യം. ദൈവസ്വഭാവത്തെ തുടർന്നും ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ളത്. പ്രാരംഭ ഭാഗങ്ങളിൽ പിതാവിനെക്കുറിച്ചും പുത്രനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും പഠനവിധേയമാക്കിയപ്പോൾ ഈ കാര്യങ്ങളൊക്കെയും അവിടെ വിവരിച്ചിരുന്നു. ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ എന്ന് യോബിൻ്റെ പുസ്തകം 11-ന്റെ 7 കൂടി നോക്കൂ. കൂടാതെ ആവർത്തനം 6-4 ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടാതെ യോഹന്നാൻ 4:24 ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. കൂടാതെ 1 തിമോത്തി 1:17 നിത്യരാജാവായ അക്ഷയനും അദൃശ്യനുമായ ഏകദൈവമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ ഏകനായിരിക്കുന്നവനെക്കുറിച്ച് ത്രിയേകനാണെന്ന് പറയുന്നത് ഒരു മഹാമർമ്മമാണെങ്കിലും നാം അത്യന്തം വിനയത്തോടും വിശ്വാസത്തോടും സ്നേഹത്തോടും അതിനെ അംഗീകരിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാകുന്നു. അല്ലെങ്കിൽ അണ്ടബഹിരാണ്ടങ്ങൾക്ക് അതീതമായി സ്ഥിതി ചെയ്യുന്ന ഈ മഹാജ്യോതിസായ ദൈവത്തിൻ്റെ സ്വഭാവത്തെ ആർക്ക് ഗ്രഹിച്ച് പറയുവാൻ കഴിയും? ഇന്ന് നാം ഏകദൈവത്തെ തൃത്വത്തെ ഏകത്വത്തിലും നാം വന്ദിക്കുന്നത് അല്ലെങ്കിൽ ആരാധിക്കുന്നത് തന്നെ നോക്കിയാട്ടെ. ഇവയെ സമ്മിശ്രമാക്കാതെയും ഇവയെ വിഭാഗിക്കാതെയും ഇരിക്കണമെന്നുള്ളതാണ്. എന്തെന്നാൽ പിതാവ് വേറെ, പുത്രൻ വേറെ, പരിശുദ്ധാത്മ വേറെ, ഇങ്ങനെ തന്നെയെങ്കിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം അതൊന്നു തന്നെയാണ്. ആ വലിയ മഹത്വം സമവും പ്രഭാവം നിത്യവുമാകുന്നു എന്നതാണ്. നമുക്ക് മുമ്പാകെ ദൃശ്യാദൃശ്യങ്ങളായ കാണുവാൻ കഴിയാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവും പരിപാലകനുമായി ജീവനും
സത്യവുമുള്ള ദൈവം ഒരുവൻ മാത്രമാണ്. ഈ ദൈവത്തിൻ്റെ ഐക്യത്തിൽ, ആ തത്വത്തിൽ ശക്തിയും നിത്യതയും ഒന്നായിരിക്കുന്ന പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും മൂവരും സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. തുടർന്ന് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.